ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയാം. അൻവർ സാദെ ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറെയും 12 സിസ്റ്ററെയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുക. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മുടെ ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാദെ ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മയും എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാദെ. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത്. അവർക്ക് ഒരു കാരണവശാലും യാതൊരുവിധ ഐഡിയ ഇല്ല. ഓരോ ഐഡിയ ഇല്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു, ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിലൂടെ 5 ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക. തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട 2 പേര് അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം എത്ര രൂപ ചെലവാകുമെന്ന് അൻവർ സാദിന് അറിയാം. ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. എന്തു അൻവർ സാദെ, ഞാൻ കറക്റ്റായിട്ട് അടിപിന്നകത്ത് വന്ന് വീണുപോയി. അത്രേ ഉള്ളൂ. അടിപിന്നകത്ത് ഞാൻ വന്ന് വീണുപോയി. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അൻവർ സാദിനെ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാല് എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. കൊല്ലത്ത് ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെയാണ് കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നുമാണ് ഗുരുതരാവസ്ഥയിൽ വേണുവിനെ തിരുവനന്തപുരത്തേക്ക് അയച്ചത്. ഒക്ടോബർ 31 എത്തിയ വേണുവിനെ 5 ദിവസം കിടന്നിട്ടും ആൻജിയോഗ്രാം ചെയ്തില്ലെന്ന് കുടുംബം ആരോപിച്ചു. ഡോക്ടർ കുറിച്ച മരുന്നുകൾ ആശുപത്രിയിലില്ലെന്നാണ് നഴ്സ് മറുപടി നൽകിയതെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്.
ഇടപ്പള്ളിക്കോട്ട സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു മരിച്ച വേണു. എപ്പോഴും ഒരു ഡോക്ടർ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറിന്റെ അനാസ് തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സംഭവിച്ചതിന് ശേഷമല്ല, എന്നിട്ടാണ് പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ ആ ഡോക്ടർ, മറ്റേ ഡ്യൂട്ടി ഡോക്ടർ, എന്നിട്ട് മറ്റേ ഡോക്ടർ വഴക്ക് പറഞ്ഞില്ലേ, ആ ഡോക്ടർ പറഞ്ഞു ഞാൻ അവിടെ ചെന്നെല്ലാം പറയുന്നുണ്ടെന്ന് പറഞ്ഞു. സൂക്ഷം പോലെ ഞങ്ങളുടെ ഡ്യൂട്ടി ഡോക്ടർ വന്നപ്പോഴും ചോദിച്ചു, അച്ഛനൊന്നും ഇവിടെ കിടന്ന് കാണിച്ചെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞല്ലോ തലവേദന നിങ്ങൾ പറഞ്ഞോ ഞാനിവിടെ വന്ന് നോക്കിയില്ലെന്ന്. അന്നേരം പറഞ്ഞു അല്ല, ഞാൻ സാറിനെ ഒന്നും പറഞ്ഞല്ല. ഒരു പേഷ്യൻറ്റിന് ഒരു തലവേദന വരുമ്പം ഏതൊരു ഡോക്ടർക്കും ചികിത്സിക്കാവുന്നേ. ആ ഡോക്ടർ അത് ചെയ്തില്ല. അതിന് ആ ഡോക്ടറെ ഞാൻ പറഞ്ഞത് സാർ ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്തില്ല, ചെയ്യാന്നിട്ട് എന്നിട്ട് ചോദിച്ചപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഡോക്ടർ വന്നപ്പോൾ ചോദിച്ചു. എന്നിട്ട് വേണോണ്ട് അന്ന് തലേന്ന് വേറൊരു ഡ്യൂട്ടി ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു, എന്തെങ്കിലും ചോദിച്ചു. അന്നേരം ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല നിങ്ങൾ എന്ന് പറഞ്ഞു. എനിക്ക് നോക്കാൻ പറ്റിയ പേഷ്യൻസിന് മാത്രമേ പറ്റൂ. അന്നേരം വേണോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഒരു ഡോക്ടർമാരല്ലേ, സാധാ ഒരു തലവേദനയ്ക്ക് മരുന്ന് തരാവുന്നതേ ഉള്ളെന്ന് പറഞ്ഞ്. എന്ന് വേണോണ്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളവും വെച്ച്. എന്നിട്ട് ഞാൻ വീഴുന്ന ICUവിൻ്റെ അടുത്ത് ചെന്നിട്ട് മോളും ICUവിനകത്ത് കയറി അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് ഇടിച്ച്. അന്നേരം ആരും തുറന്നു. ഞാൻ പറഞ്ഞു മോളെ ഇങ്ങനെ വരാൻ പറഞ്ഞു. വന്ന് കുറച്ചും കൂടെ നടന്നപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ വെച്ചു, ആരും ഈ കഥവിന് ഇങ്ങനെ തട്ടിയെന്ന് ചോദിച്ചു. അന്നേരം അവളോട് ഞാൻ എൻ്റെ അച്ഛനെ തീരെ വയ്യ അതുകൊണ്ടാണ് തട്ടിയത്. നമ്മൾ ICUവിൻ്റെ വാതൊക്കെയൊന്നും ഇങ്ങനെ തട്ടാൻ പറ്റത്തില്ല. ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ICUവിൻ്റെ വെളിയിൽ അവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ആ നമ്പർ എൻ്റെ കയ്യിൽ എഴുതിക്കൊണ്ട് ഞാൻ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് ആ സിസ്റ്റർ ICU ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞ നമ്പർ പറഞ്ഞത് അന്ന് അത്രയും പേഷ്യൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടറെ വന്ന് ഞാൻ വിളിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ വന്ന് അന്നേരം ഈ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഡോക്ടർ ICU ഡോക്ടർ മാത്രമല്ലാതെ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഫോൺ വിളിക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അന്നേരം ഞാനത് കട്ട് ചെയ്തു. ദേഷ്യം കട്ട് ചെയ്തപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞു, എനിക്ക് തലവേദന സഹിക്കാൻ വേണ്ടി ഒന്നും കൂടെ വിളിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അവർ വീണ്ടും ആദ്യം മുതൽ ഏത് നമ്പറാണ് ഏത് ബെഡാണ് ഞാൻ ചോദിച്ചു. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നില ക്രിട്ടിക്കൽ, നിങ്ങൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്ക് വേണോന്നും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത്, ഒരു മനുഷ്യൻ്റെ ജീവൻ പോകുമ്പോഴാണ്, ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്, പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നെങ്കിൽ വാന്ന് തുടങ്ങി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഡോക്ടർ കൂടി വന്നു. ഡോക്ടർ വേണമെന്ന് വിളിച്ചപ്പോൾ വേണു അന്നേരം അപ്പോഴത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക. അപ്പോഴത്തേക്ക് ആ ഡോക്ടർ ഇങ്ങോട്ട് അതിൽ വേണു വെച്ച് ഞാൻ പറഞ്ഞു വേണുവിൻ്റെ ഡോക്ടർ വന്നു. അങ്ങനെ ഡോക്ടർ അവിടെ ചെന്നു. ഡോക്ടർ ആ ബുക്കിൽ നെഫ്രോക്സൻ എന്നുള്ളൊരു ടാബ്ലറ്റ് സിസ്റ്റർ വിളിച്ച് സിസ്റ്ററോട് പറഞ്ഞു നെഫ്രോക്സൻ എന്നുള്ള ടാബ്ലറ്റ് കൊടുക്കാൻ പറഞ്ഞു. അത് മൈഗ്രെയിൻ ടാബ്ലറ്റ് അത് എൻ്റെ ബാഗിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ആ സിസ്റ്റർ പറഞ്ഞു ഡോക്ടറെ ഇവിടെ നെഫ്രോക്സിൻ്റെ ടാബ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു കഴിഞ്ഞ പാരസെറ്റമോൾ 650 കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ആ സിസ്റ്റർ പറഞ്ഞു പാരസെറ്റമോൾ 650 ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു പാരസെറ്റമോൾ 500 കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പാരസെറ്റമോൾ 500 എടുക്കാൻ പോയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് മക്കളോട് പറഞ്ഞു എൻ്റെ ബാഗിൽ നെഫ്രോക്സിൻ ടാബ്ലറ്റ് അതിന് എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ടാബ്ലറ്റ് മക്കളെ ഞാൻ ഡോക്ടർ പോയപ്പോൾ ഞാൻ വിളിച്ചു, ഡോക്ടർ സാർ അവിടെ നിന്നേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് നെഫ്രോക്സിൻ ടാബ്ലറ്റ്, ഇത് ഞാൻ കൊടുത്തു. മാമിൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ്